ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ വീട്ടിൽ പഴം വാങ്ങിയാൽ ചിലപ്പോഴൊക്കെ നന്നായി പഴുത്ത് അതിൻ്റെ തൊലിയുടെ നിറം കറുപ്പടിച്ച് ടേസ്റ്റൊക്കെ മാറിപ്പോയ പഴം നമ്മൾ അധികം കളയാറാണ്. ഇങ്ങനെയുള്ള പഴം ഇനി കളയേണ്ടതില്ല. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നന്നായി പഴുത്തൊരു പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 4 കീറ്റാക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു പഴമാണ്. ഈ പഴം നമുക്ക് എണ്ണയിലിട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അതവിടെ ഫ്രൈ ആയി വരുന്ന ടൈം 5 മുട്ട ഒരു ജ്യൂസ് ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി, 2.5 സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. ഈ ടൈം ഫ്രൈ ചെയ്യാൻ വെച്ച് പഴം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോഴിതാ പഴം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴിതാ മുട്ടയുടെ മിക്സ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത പഴം മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഒരു 6 മിനിറ്റ് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് മക്കൾക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്